നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നിയമസഭാ സമ്മേളനം കൂടിയിരിക്കുകയാണ്. കേരളത്തിലും തമിഴ്നാടും ഇന്ന് ഒരേ ദിവസമാണ് സഭാ സമ്മേളനം തുടങ്ങുന്നത്. രണ്ടിടത്തും നമുക്കറിയാം, രണ്ട് സർക്കാരുകളും ഗവർണറുമായിട്ട് അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ല പോകുന്നത്. കേരളത്തിലാണെങ്കിലും ചില നാടകീയമായിട്ടുള്ള രംഗങ്ങൾ ഇന്ന് അരങ്ങേറിയിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാതെ പോയി എന്ന് പറയാം. പക്ഷേ തമിഴ്നാട് ഇന്ന് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു തല്ല് നടന്നിരിക്കുകയാണ്. ദേശീയഗാനത്തെ അപമാനിച്ച തമിഴ്നാട് സർക്കാരിന്റെ നടപടിയെ ശക്തമായി എതിർത്ത് തമിഴ്നാട് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്താതെ ഗവർണർ RN രവി സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. പ്രക്ഷുബ്ധ രംഗങ്ങൾക്കാണ് ഇന്ന് തമിഴ്നാട് നിയമസഭ സാക്ഷിയായത്. സഭ ആരംഭിക്കുമ്പോൾ ദേശീയഗാനം ആലപിക്കണമെന്നാണ് ചട്ടം. എന്നാൽ അത് മറികടന്ന് സംസ്ഥാന ഗാനമായ തമിഴ് തായ് വാഴ്ത്തോടെയാണ് സഭ ആരംഭിച്ചത്. പിന്നാലെ നിയമസഭയുടെ സ്ഥാപിത നിയമങ്ങളും ആചാരങ്ങളും പാലിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ M അപ്പാവു ഗവർണറോട് ആവശ്യപ്പെട്ടു. ശേഷം ഗവർണർ സഭ വിട്ടിറങ്ങുകയും ചെയ്തു. സ്റ്റാലിൻ സർക്കാരുമായുള്ള തർക്കം രൂക്ഷമായിരിക്കെയാണ് ഗവർണറുടെ ഈ നടപടി. കടുത്ത നിരാശയുണ്ടെന്നും ദേശീയഗാനത്തിന് അർഹമായ ബഹുമാനം നൽകിയില്ലെന്നും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു. പിന്നാലെ കാരണങ്ങൾ വിശദീകരിച്ച് രാജ്ഭവൻ ഒരു പത്രക്കുറിപ്പും പുറത്തിറക്കി. ദേശീയഗാനത്തെ അവഗണിക്കുന്നത് ഭരണഘടനയോടുള്ള അവഹേളനമാണെന്ന് രാജ്ഭവൻ പ്രസ്താവനയിൽ അറിയിച്ചു. ഗവർണറുടെ മൈക്ക് തുടർച്ചയായി ഓഫ് ചെയ്തു എന്നും പ്രസംഗം തടസ്സപ്പെടുത്തിയെന്നും ഗവർണറുടെ ഓഫീസ് ആരോപിച്ചു. ഇത് തുടർച്ചയായി 3-ാം തവണയാണ് ഗവർണർ ഇത്തരത്തിൽ വാക്കൌട്ട് നടത്തുന്നത്. തുടർന്ന് സ്പീക്കർ M അപ്പാവു നയപ്രഖ്യാപന പ്രസംഗം വായിക്കുകയായിരുന്നു. രാവിലെ നിയമസഭയിലെത്തിയ ഗവർണറെ സ്പീക്കറുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. തുടർന്ന് നിയമസഭയിലെത്തിയ അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപ് ദേശീയഗാനം ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചു. എന്നാൽ തമിഴ് തായ് വാഴ്ത്ത് ആദ്യവും ദേശീയഗാനം അവസാനവും ആലപിക്കുന്നതാണ് തമിഴ്നാട് നിയമസഭയിലെ രീതിയെന്ന് സ്പീക്കർ അറിയിച്ചെങ്കിലും ഗവർണർ ഇതിൽ ക്ഷുഭിതനായി വാക്കൌട്ട് നടത്തുകയായിരുന്നു. ഗവർണർ ഇറങ്ങിപ്പോയ ശേഷം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇതിനെതിരെ പ്രമേയം അവതരിപ്പിച്ചു. ആടിന് താടിയും സംസ്ഥാനത്ത് ഗവർണറും ആവശ്യമില്ലെന്ന പ്രസംഗത്തിനിടെ സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി. തുടർന്ന് സ്പീക്കർ M അപ്പാവു കേന്ദ്ര വിമർശനങ്ങൾ അടങ്ങിയ നയപ്രഖ്യാപനം അവതരിപ്പിക്കുകയായിരുന്നു. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം നിയമസഭയ്ക്ക് പുറത്തും പ്രതിഷേധിച്ചു. ഗവർണർ ഇറങ്ങിപ്പോയ ശേഷം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇതിനെതിരെ പ്രമേയം അവതരിപ്പിച്ചു. ആടിന് താടിയും സംസ്ഥാനത്ത് ഗവർണറും ആവശ്യമില്ലെന്ന് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ഗവർണറും മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ DMK സർക്കാരും തമ്മിലുള്ള തർക്കത്തിന്റെ ഏറ്റവും അവസാന രംഗത്തിനാണ് ഇന്ന് സംസ്ഥാന നിയമസഭ വേദിയായത്. പ്രോട്ടോകോൾ അനുസരിച്ച് നിയമസഭയിൽ ആദ്യത്തെ പ്രസംഗം നടത്തേണ്ടിയിരുന്നത് ഗവർണറായിരുന്നു. എങ്കിലും സംസ്ഥാന ഗാനം ആലപിച്ചതിന് ശേഷം ആശയക്കുഴപ്പം ഉടലെടുക്കുകയും തമിഴിൽ ഹ്രസ്വമായ അഭിവാദ്യം നൽകിയ ശേഷം ഗവർണർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. സർക്കാർ വായിക്കാൻ നൽകിയ നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചും ലോക് ഭവന്റെ പ്രസ്താവനയിൽ രൂക്ഷമായ വിമർശനം ഉയർത്തി. നയപ്രഖ്യാപനത്തിൽ തെളിവില്ലാത്ത അവകാശവാദങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളും അടങ്ങിയിരിക്കുന്നു. ജനങ്ങളെ അലട്ടുന്ന പല പ്രധാന പ്രശ്നങ്ങളും അവഗണിക്കപ്പെട്ടു. സംസ്ഥാന 12 ലക്ഷം കോടി രൂപയുടെ വലിയ നിക്ഷേപം ആകർഷിച്ചു എന്ന അവകാശവാദം സത്യത്തിൽ നിന്ന് വളരെ അകലെയാണ് എന്നും പ്രസ്താവനയിൽ പറയുന്നു. നിക്ഷേപകരുമായുള്ള പല ധാരണാപത്രങ്ങളും കടലാസിൽ മാത്രം ഒതുങ്ങുന്നു. യഥാർത്ഥ നിക്ഷേപം ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. നിക്ഷേപ ഡാറ്റ അനുസരിച്ച് തമിഴ്നാട് നിക്ഷേപകർക്ക് ആകർഷകമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. 4 വർഷം മുമ്പ് വരെ സംസ്ഥാനങ്ങളിൽ വിദേശത്ത് നിന്ന് നേരിട്ടുള്ള നിക്ഷേപം സ്വീകരിക്കുന്നതിലും തമിഴ്നാട് 4-ാം സ്ഥാനത്തായിരുന്നു. ഇന്ന് അത് 6-ാം സ്ഥാനത്തെങ്കിലും നിലനിർത്താൻ പാടുപെടുകയാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്തെ സ്ത്രീകളുടെ സുരക്ഷാ പ്രശ്നങ്ങളുമായി ഗവർണറുടെ ഇറങ്ങിപ്പോക്ക് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സംസ്ഥാന സർക്കാർ ഇത് പൂർണ്ണമായും അവഗണിച്ചതായും ആരോപിക്കുന്നു. പോക്സോ ബലാത്സംഗ കേസുകളിൽ 55% വർധനവും സ്ത്രീകളുടെ ലൈംഗിക അതിക്രമ കേസുകളിൽ 33% വർധനവും ഉണ്ടായിട്ടുണ്ടെന്നും അവഗണിക്കപ്പെട്ടു. ദളിതർക്കെതിരായ അതിക്രമങ്ങളും ദളിത് സ്ത്രീകളോടുള്ള ലൈംഗിക അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്നു. പ്രസ്താവനയിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ ട്രസ്റ്റി ബോർഡ് ഇല്ലെന്നും സംസ്ഥാന സർക്കാർ നേരിട്ട് ഭരിക്കുകയാണെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. പഴക്കം ചെന്ന ക്ഷേത്രങ്ങളുടെ പുനഃസ്ഥാപനത്തെയും സംരക്ഷണത്തെയും സംബന്ധിച്ച മദ്രാസ് ഹൈക്കോടതിയുടെ നിർണായക നിർദ്ദേശങ്ങളും 5 വർഷം കഴിഞ്ഞിട്ടും നടപ്പാക്കിയിട്ടില്ലെന്നും നിയമസഭയിൽ നിന്നും ഗവർണർ RN രവി ഇറങ്ങിപ്പോയതിനുള്ള കാരണങ്ങൾ വിശദീകരിക്കുന്ന പ്രസ്താവനയിൽ പറയുന്നുണ്ട്.
ഏതായാലും തമിഴ്നാടും ഈ പ്രശ്നങ്ങൾ തുടങ്ങിയതും ഇന്നും ഇന്നലെയല്ല. അതുകൊണ്ട് തന്നെ ഇതും സ്വാഭാവികമായി തന്നെ ഗവർണറെ അനുസരിക്കാത്ത ചില നീക്കങ്ങൾ നിയമസഭയിൽ സംഭവിച്ചപ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോവുകയും പിന്നീട് പ്രസ്താവന ഇറക്കുകയുമാണ് ചെയ്തത്. ഇന്ന് തന്നെയാണ് കേരളത്തിലും സഭ തുടങ്ങിയത്. ഇവിടെയും ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരള നിയമസഭയുടെ അവസാന സമ്മേളനത്തിൽ അസാധാരണ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. കേരള നിയമസഭയുടെ അവസാന സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ മുഴുവൻ ഭാഗങ്ങൾ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വായിച്ചില്ല. നയപ്രഖ്യാപനത്തിൽ മാറ്റം വരുത്തിയായിരുന്നു ഗവർണർ വായിച്ചത്. എന്നാൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് പിന്നാലെ അസാധാരണ നീക്കമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണ നടത്തിയത്. ഗവർണർ വായിക്കാത്ത ഭാഗങ്ങൾ വായിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ നീക്കം. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം അംഗീകരിക്കണമെന്ന പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഗവർണർ നയപ്രഖ്യാപനത്തിൽ നിന്നും ഒഴിവാക്കിയത്. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ഇവ ഗവർണർ ഒഴിവാക്കിയാണ് വായിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഫലമായി കേരളം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം നേരിട്ടുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഗവർണർ വായിക്കാതെ ഒഴിവാക്കിയിരുന്നു. ഗവർണർ കേന്ദ്ര വിമർശനം വായിക്കാതെ വിട്ടതിൽ എതിർപ്പുമായി മുഖ്യമന്ത്രി രംഗത്തെത്തുകയായിരുന്നു. സ്പീക്കറും ഗവർണറുടെ നീക്കത്തിൽ പ്രതികരിച്ചു. വായിക്കാതെ വിട്ടതും അംഗീകരിക്കണമെന്നും സർക്കാർ അംഗീകരിച്ച പ്രസംഗം മുഴുവൻ വായിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക രംഗത്ത് കേന്ദ്രം കേരളത്തെ ഞെരിക്കുന്നു എന്ന ഭാഗമാണ് ഗവർണർ വായിക്കാതെ വിട്ടത്. എന്നാൽ ഗവർണറെ യാത്രയാക്കിയ ശേഷം സഭയിലെത്തിയ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വായിക്കുകയായിരുന്നു. സർക്കാരിന്റെ നയപ്രഖ്യാപനമാണ് ഗവർണർ സഭയിൽ നടത്തുന്നത് എന്നതിനാൽ മന്ത്രിസഭ അംഗീകരിച്ച 12, 15, 16 ഖണ്ഡികകൾ അതേപടി നിലനിൽക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടികളെയും നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ പിടിച്ചുവെക്കുന്നതും പരാമർശിക്കുന്നതായിരുന്ന ഒഴിവാക്കിയ ഭാഗങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12 ആദ്യ വാചക ഇപ്രകാരമാണ്: ഇത്തരം സാമൂഹികവും സ്ഥാനപരവുമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ധനകാര്യ ഫെഡറലിസത്തിന്റെ ഭരണഘടനാപരമായ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഫലമായി കേരളം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വാചകം ഗവർണർ ഒഴിവാക്കി. ഖണ്ഡിക 15 സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്. ഈ വിഷയങ്ങളിൽ എന്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിനെ റഫർ ചെയ്തിരിക്കുകയുമാണ് എന്ന ഭാഗവും ഗവർണർ വായിച്ചില്ല. ഖണ്ഡിക 16 അവസാന വാചകം നികുതി വിഹിതവും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുകളും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളാകുന്നതും ഔദാര്യമല്ലാത്തതും ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഏതൊരു സമ്മർദ്ദവും ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് എന്നതായിരുന്നു. ഇതിൽ ഈ വാചകത്തിനൊപ്പം എന്റെ സർക്കാർ കരുതുന്നു എന്ന് ഗവർണർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്നും സ്പീക്കറോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കേരളം കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കാഴ്ചവെച്ചത് മികച്ച മുന്നേറ്റമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. 15ാം കേരള നിയമസഭയുടെ 15ാം സമ്മേളനത്തിലെ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് ഗവർണർ കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനൊപ്പം സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് സർക്കാർ നൽകുന്ന മുൻഗണനയെ ഗവർണർ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ കൃഷി, വ്യവസായം, IT മേഖലകളിലെ മുന്നേറ്റവും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങളും പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്.